ഹായ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സ്വാഗതം കൊടുത്തേ കുഞ്ഞാ. സ്വാഗതം. നമ്മളിന്ന് പാറുവിൻ്റെ ഡെലിവറി ആയിട്ട് അതിൻ്റെ ചെറിയൊരു പാക്കിങ്ങിലാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അഡ്മിറ്റ് ആകണം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം. അപ്പോൾ അതിൻ്റെ കുഞ്ഞിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ കുഞ്ഞിന് വാങ്ങിച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണാം. ഹായ് കുഞ്ഞൻ. അമ്മേ ഓരോന്നൊന്ന് പരിചയപ്പെടുത്തു. അമ്മ ചിരിച്ചുമ്മനെ കേട്ടിരിക്കും. അപ്പോൾ നമ്മളത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അമ്മ എല്ലാം കാട്ടുന്നതായിരിക്കും. കുഞ്ഞനവിടെ പിടിച്ചിട്ടുണ്ടത് കുഞ്ഞനെടുക്കാനുള്ള കുഞ്ഞന് കൊച്ചിനെ അതിൽ എടുത്തുകൊണ്ട് കൊടുക്കണമെന്ന് പറയണം. കുഞ്ഞനപ്പോൾ പിടിക്കാലോ. അപ്പോൾ കാട്ട് അറിയണം. നമുക്ക് ഇതും കൂടി പോക്കാൻ പണിയാണ്. കൊച്ചിനെ ഇങ്ങനെ എടുക്കാനേ ഉള്ളൂ. എടുക്കാനറിയാൻ പാടില്ലാത്തവർക്കൊക്കെ എടുക്കാം. അല്ലോ ഞാൻ ഇതെല്ലാം നമ്മ ഇത് കഴുകി ഉണക്കി വെയിലത്തൊക്കെ ഇട്ട് ഡെറ്റുള്ള കഴുകി വെച്ചാക്കണേന്. ഇതെന്താണ് ഇതിനും പറയണ, മൂത്രം കൊഴിക്കുമ്പോൾ മാറ്റണേന്ന്. ഇപ്പോൾ തുണിക്ക വരെയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യണ്ടല്ലോ. പേരെനിക്ക് ഇതാണ് നമ്മുടെ ഷോർട്ട് വീഡിയോയിലെ അമ്മായിയമ്മ. എല്ലാവരും ഈ അമ്മായിയമ്മ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു ഇല്ലേ? അമ്മ ഇങ്ങനെയാണോ ശരിക്കും? നമുക്കതൊന്നും ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും നമുക്കതൊന്നും പ്രശ്നമില്ല. ആരെയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഇതുപോലത്തെ എത്രണ്ണുണ്ട്? ഇതേപോലത്തെ നമ്മ ആ പാക്കറ്റിൽ 5 ഉണ്ട് ആ പാക്കറ്റിൽ. പിന്നെ അതെ കുഞ്ഞിനെടുത്തേക്കണം നോക്കി. ഇത് തുടക്കണ കുട്ടീനെ വൈപ്സ് ആണ്. അത് മറ്റേ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മ തുടക്കൂലേ ക്ലീൻ ചെയ്യണ സാധനം. ഇത് മറ്റേ തുടക്കണ തുണി ടൗല് പോലത്തെ തുണി. മറ്റേ പാലവ കുടി ചെയ്യുമ്പോൾ തുടക്കുക. ഡയപ്പർ പോലത്തെ തന്നെ വേറെ തുണിയുടെ അതിന്റെ ഉള്ളിൽ വെക്കണത് അല്ലേ? ഇതിന്റെ ഉള്ളിൽ വെക്കണേ. കാട്ടിക്കൊടുത്ത് വെക്കണത് എങ്ങനെയാണ് നാട്ടി? ഇത് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. തുണിയുടെ ഉണ്ടേ. ഇത് ഒരെണ്ണം മേടിച്ചിട്ടുള്ളൂ. തൽക്കാലത്തേക്ക് ഒരെണ്ണം മേടിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ അളവനുസരിച്ച് അല്ലേ? വലിയ കുട്ടിയാകുമ്പോ ഇത്രയും കൂടി ലൂസാക്കി ഇടാം. ചെറുതാകുമ്പോ ടൈറ്റ് ചെയ്ത് ബട്ടൺസ് ആവശ്യത്തിനനുസരിച്ച് ഇടാം. നമുക്ക് ഇത് ഒരെണ്ണം മേടിച്ചോളൂ. ഇത് നമുക്ക് തൽക്കാലത്തേക്ക് ഒരെണ്ണം. ഇത് അതിൽ കുറേ ഉണ്ടല്ലോ. അതൊക്കെ ഇത് തൊപ്പി അവിടെ വെച്ച് കാട്ടി തലയിൽ കുഞ്ഞിന് തലയിൽ വെക്കാനുള്ള തൊപ്പിയാണ്. അത് തൽക്കാലം മേടിച്ച 2 എണ്ണം. ഇതിൻ്റെ കാലുമ്മയും ഇടണുണ്ട്. കയ്യിലും കാലും ഇടണം. ഷോക്സ് പോലത്തെ. ഇതിൻ്റെ അതിൻ്റെ തന്നെ ഇത് വേറെ സെപ്പറേറ്റ്. അത് നമ്മൾ സെപ്പറേറ്റ് എടുത്താണ്. ഇത് കയ്യിലിടുന്നത്. കയ്യിലിങ്ങനെ കുഞ്ഞിനിപ്പോൾ അത് ഒരു പ്രാവശ്യം പുറത്തിറത്താണ്ട. ഇനിയും കാട്ടാനായിട്ട് കുഞ്ഞിനെടുക്കാൻ വേണ്ടി അല്ലേ? കാട്ടി കുഞ്ഞിനെടുക്കണം. എങ്ങനെയാണ് കുഞ്ഞൻ അതിലാക്കിയിട്ട് നല്ലോണം പിടിക്കാം. അല്ലാണ്ട് മര്യാദ പിടിക്കാം. അല്ലെങ്കിൽ കൊച്ചു തുറന്ന് നിലത്തോട്ട് എന്ത് കൊച്ചിനെടുത്തുണ്ട കൊച്ചിനെ അതിലാക്കിയിട്ട് അങ്ങനെ കറക്കം. പിന്നെ ഇത് ടർക്കി. ഇത് 2 ടർക്കി കാട്ടി പറഞ്ഞ വൃത്തി. അതായത് കുഞ്ഞിനെ പുറത്തേക്കാണ് നമുക്ക് തരുമ്പോണെങ്കിൽ ഇതിൽ മേടിക്കാം. അവിടെ നിന്ന് ടർക്കിയിൽ പോയി നേരമുള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പൊതിയ കഴുകി ഉണക്കി വെച്ചേക്കണേ. അതിനാ മണങ്ങണ്ട.
കുഞ്ഞു പിള്ളേരുടെ മണപ്പായ നമ്മൾ വാഷ് ചെയ്ത് വെച്ചേക്കണ കാരണം അതുപോലത്തെ 2 ടർക്കി ഇതൊക്കെ ഒന്നിലോട്ടാക്കി. പിന്നെ എന്താണ് ടർക്കിയിലല്ലേ ആ അത് ലാസ്റ്റ് വെക്കാം. അതിലാക്കി. പിന്നെ വേറെ ഒരെണ്ണമുണ്ടല്ലോ നമ്മ കുഞ്ഞിനെ അതാണ് ഉടുപ്പ് കൊതുകിന്റെ കുഞ്ഞിന്റെ ഉടുപ്പൊന്ന് കാട്ടി ഉടുപ്പ് നിവർത്തി കാട്ടി പറഞ്ഞു കണ്ട പല കളറിലുള്ള ഉടുപ്പ് നമ്മൾ ഇതിങ്ങനെ ബട്ടന് ഫ്രണ്ട് ഓപ്പൺ പോലത്തെ ബട്ടന ഇടാനായിട്ട് സുഖമുള്ള ഇടിക്കാൻ സുഖമാണ് നമുക്ക്. അങ്ങനത്തെ കുറച്ച് കളറിൽ അത്ര മതി. പിന്നെ മേടിക്കാമല്ലോ തൽക്കാലത്തേക്ക്. പിന്നെ ഈ പായലൊക്കെ കൊണ്ടുവരും. പിന്നെ അതിൻ്റെ തന്നെ വൈറ്റ് കളറിൽ ഉടുപ്പാണത്. ഇത്ര മതി. അതിന്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ടല്ലോ നമ്മ അത്ര 5 എണ്ണോട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇല്ലേ? ഇല്ല ഇതിൽ കൂടെ ഉണ്ട് 8 ഉണ്ട്. അത് മതി. 8 ഉടുപ്പുണ്ട്. അപ്പം തൽക്കാലം ഇത് മതി. പിന്നെ നമുക്ക് മേടിക്കാം. പിള്ളേരാകുമ്പോൾ എപ്പോഴും നനയും കാര്യങ്ങളൊക്കെ ചെയ്യില്ല, അപ്പോൾ നമുക്ക് അതിൽ മാറാൻ വേണ്ടി ഒരു 8 എണ്ണോളം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. തൽക്കാലം മേടിച്ചാലാണ്. തൽക്കാലം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെന്താ കുഞ്ഞ് ഡയപ്പർ കുഞ്ഞിൻ്റെ നമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എപ്പോഴും നമുക്ക് കഴുകാനും തുണിയൊക്കെ ഉണക്കിടാനൊന്നും പറ്റൂല. അപ്പൊ അത് കാരണം നമ്മള് വാങ്ങിച്ചിട്ടുണ്ട്. 20 എൻ്റെ പാക്കിങ് 20 എണ്ണത്തിന്റെ പാക്കിങ്. എന്തായാലും നമ്മ ഒരു 6 ദിവസം 7 ദിവസത്തോളം കിടക്കേണ്ടി വരും. ആദ്യത്തെ നമ്മുടെ സിസേറിയൻ ആയിരുന്നല്ലോ, രണ്ടാമത്തെ സിസേറിയനാണ്. പിന്നെ കുഞ്ഞിനെ കിടത്താനായിട്ട് കൊതുകുവല അടങ്ങിയൊരു ബെഡ് അതങ്ങനെ കുഞ്ഞ എൻ്റെ കിടത്തും കുഞ്ഞാവനെ കുഞ്ഞൻ പറയണ എന്നെ മതിൽ കിടത്തണമെന്ന് പറയണ. അപ്പൊ കൊതുകുവലയുടെ കുറച്ച് കീറിയിട്ട് കാല് പുറത്തോട്ടിടേണ്ടി വരും അല്ലേ കുഞ്ഞാ? കണ്ടാ ഇങ്ങനെയാണ് കിടത്തണത് കുഞ്ഞിനെ. പിന്നെന്താ ഇത് മറ്റേ ടർക്കിയല്ല, ബെഡിലൊക്കെ യൂറിനൊക്കെ പോകുമ്പേ അതിൻ്റെ അടിയിലിടാം. ഇത് വിരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കിടത്തിയാൽ തുണി വിരിച്ചിട്ടേ ഇത് ഡ്രൈ ആവണ ഷീറ്റാണ്. വാഷ് ചെയ്ത് പിന്നെ വാഷ് ചെയ്തൊക്കെ എടുക്കാം. പുറത്തെ അടിയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ആണ് അടിയിൽ ബെഡിലോട്ടൊന്നും ഇറങ്ങൂല. യൂറിനിങ്ങനെ മൂത്രം പോകില്ല. അപ്പോൾ ഇത് നമുക്ക് നല്ലതാണ്. അപ്പോൾ ബെഡിലൊക്കെ ഏതൊരു ബെഡിലോട്ടൊക്കെ ഇറങ്ങി ഇതുപോലത്തെ 2 എണ്ണം മേടിച്ചിട്ടുണ്ടമ്മ. ഇതുപോലത്തെ വേറെ കളറ് അങ്ങനെ 2 കളർ അതും. പിന്നെ അതെന്തോന്നാ കുഞ്ഞ ഇത് 2 മുണ്ടാണ്. ഇത് നമുക്ക് അകത്തോട്ട് തുടയ്ക്കാനൊക്കെ കൊടുക്കണം. സിസേറിയൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടീനെ തുടക്കാനൊക്കെ അങ്ങോട്ട് നമ്മളലക്കി കഴുകി ഉണക്കി വെച്ചേക്കണതാണ്. 2 എണ്ണം വേണം. ഇത് പിന്നെ ഇതെന്താ കുഞ്ഞ ഇത് വെള്ളത്തുണികൾ. അതും വേണ്ടി വരും. ഇത് നമ്മള് കുഞ്ഞിനെ കഴിഞ്ഞിട്ട് ഉടുപ്പിക്കാനായിട്ട് ഡയപ്പറൊക്കെ തീർന്നു കഴിയുമ്പോ നമ്മ വീട്ടിലോട്ടൊക്കെ വന്നു കഴിയുമ്പോ ഇതായിരിക്കും കൂടുതൽ നമ്മൾ ഉടുപ്പിക്കണത്. നമുക്ക് കഴുകിയൊക്കെ വെച്ചേക്കണത്. പിന്നെ അത് കുറച്ചുണ്ട് തുണി. ഇതിലും തുണി തന്നെ, വെള്ള തുണി തന്നെയാണ്. ഇതിലും കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു ഡയപ്പർ യൂസ് ചെയ്യണ്ടല്ലോ. അതൊക്കെ ഉണ്ടായല്ലേ. അത് അതിലുണ്ടെന്നോ? ഇത് പിന്നെ എൻ്റെ നൈറ്റി. ഇത് സ്ഥിരം കഴിഞ്ഞ് പിറ്റേ ദിവസം അവര് നൈറ്റി നമുക്ക് കൊടുക്കാനുള്ളത് ഓപ്പൺ നൈറ്റി ഒക്കെയാണത്. ഓപ്പൺ നൈറ്റി രാവിലെ നമുക്ക് മാറാൻ വേണ്ടി അങ്ങോട്ട് ചോദിക്കാം. അപ്പം അങ്ങനെ കൊടുക്കണം. ഇതങ്ങനെ തന്നെ എടുത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതൊന്നും പിന്നെ ഇതും അത് തന്നെയാണ്. നൈറ്റിയും പാവാടയും പാൻറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളത്. അതിൻ്റെ സിബിൻ്റെ മുകളിലുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പും പിന്നെ ഇത് കുഞ്ഞിൻ്റെ സോപ്പാണ്. ഇത് ലോഷൻ. ഇത് സോപ്പ് ഇപ്പം യൂസ് ചെയ്യണ്ട. ഇപ്പോൾ കുളിപ്പിക്കാൻ പൊക്കൊടിയൊക്കെ പോകാണ്ട് കുളിപ്പിക്കാൻ പറ്റില്ല. തൽക്കാലം പിന്നെ ഒരു ലോഷനാണ് മേടിച്ചത്. പൗഡറൊന്നും മേടിച്ചില്ല. പൗഡറൊന്നും യൂസ് ചെയ്യണ്ടെന്ന്. പിന്നെന്താ പിന്നെ ബക്കറ്റും അപ്പുറത്തേക്ക് അത് അവിടെ ഇരിപ്പുണ്ട്. ബക്കറ്റ് ബേസിൻ ഇതൊക്കെ വാങ്ങിച്ചാറുണ്ട്. ഇനി ഇതിലോട്ടാക്കി എല്ലാം പാക്ക് ചെയ്ത് ഇതിലോട്ടാക്കണം. ഒരേ സൈഡിൽ വെച്ചോ.
അതൊന്ന് ഇതിലോട്ട് കുഞ്ഞൻ എന്ത് വെച്ചായിരിക്കുള്ളൂ നമുക്ക്? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പറയാമോ? നിനക്ക് കുഞ്ഞിന് ഇഷ്ടം ഏതാണ്? കുഞ്ഞിന് ആരായാലും മതി. അമ്മക്ക് പെണ്ണിനെ ഇഷ്ടം. പക്ഷേ കിട്ടണേന കിട്ടണേന നോക്കാം. ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, സൂപ്പ് പിന്നെ കുറേ ഒരു സാധനങ്ങൾ. വെളിച്ചെണ്ണ, അതൊക്കെ ഇനി അതൊക്കെ അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മേടിച്ചാൽ മതി. വെളിച്ചെണ്ണ കുറേ ഉണ്ടത് ഇങ്ങനത്തെ നീല മറ്റേ പാരഷൂട്ടിൻ്റെ ചെറിയ ചെറിയൊരു കുഞ്ഞു കുപ്പി, മതി. അത് മേടിക്കണം. അതൊക്കെ പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് മേടിച്ചാൽ മതി. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ള വീഡിയോ. പിന്നെ ബക്കറ്റും ബേസ് അതാണ് മറ്റേ ഇത് അതൊക്കെ അപ്പുറത്ത് മേടിച്ചിട്ടുണ്ട്. ബക്കറ്റും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളത്. ഇതൊക്കെ ഇപ്പൊ ഇണക്കി അതിൽ മടക്കി ഇതൊക്കെ ഇതിലോട്ട് ഇനിയെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് ഒന്നിച്ചൊരു കിറ്റിലാക്കി വെക്കും. പിന്നെ ഇതിലോട്ട് ഈ ബാസ്ക്കറ്റിലോട്ട് എല്ലാം ആക്കണം. എന്നാ കുറച്ച് ബാഗിന്റെ സൈഡിൽ പ്രകൃതിയായിട്ടുള്ള പണിയിലാണ് ഇവിടെ. അമ്മ പോണേണോ? ഞാൻ പോവാം. കുറച്ച് നേരം കൂടി ഇരിക്കാം, എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ. അയ്യോ ഞാൻ നമുക്ക് ശ്വാസം മുട്ടണം, കാരണം അമ്മ പുറത്തേക്ക് പോണേ. നമ്മൾ പുറത്തോട്ട് പോയാണ് തുറന്നു കൊടുക്കാനോ? ഞാൻ തുറന്നുതരാം. കൊച്ചിനെ കിടത്തനെങ്കിൽ കുഞ്ഞൻ കുഞ്ഞൻ കിടക്കണ്. കുഞ്ഞിന് നാണം ഭയങ്കര, ഇപ്പോഴും നാണന്മാരുടെ. കുഞ്ഞിന് 12 വയസ്സ് കഴിഞ്ഞ് അല്ലേ? 12 വയസ്സ് 13 നടന്നുകൊണ്ടിരിക്കണം കുഞ്ഞൻ. ഇപ്പോഴും കുഞ്ഞിനെ നാണം. കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കാനുള്ള ആളാണ് അല്ലേ? കുഞ്ഞനാണ് നോക്കാൻ, കുഞ്ഞനല്ലേ എടുക്കാനുള്ളത്? കുഞ്ഞനാണ് നോക്കാനുള്ള കൊച്ചിനെ. നമ്മൾ എല്ലാവരും വീണ്ടും പാക്കറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ബാസ്ക്കറ്റിലോട്ടാക്കാം. ബാസ്ക്കറ്റിലോട്ട് നമ്മൾ ആക്കി വെക്കാൻ പോണി. എല്ലാം അടക്കി വെക്കാം. ടർക്കിയൊക്കെ ആദ്യം കയറ്റും, എന്നിട്ട് കറക്കിയൊക്കെ അതൊക്കെ ആദ്യം എടുക്കാനുള്ളതല്ലേ? ഇതൊക്കെ താഴെ വെക്കാം. അതൊക്കെ താഴെ വെക്കും. തൊപ്പിയും കാര്യങ്ങളൊക്കെ താഴെ വെച്ചാൽ മതില്ലേ? പിന്നെ നമുക്ക് ഏറ്റവും ആദ്യം എടുക്കേണ്ടതൊക്കെ ഏറ്റവും മുകളിൽ വേണം. ഇതൊക്കെ താഴെ വെക്കാം നമുക്ക്. പിന്നെ അത് മറ്റേ ഡ്രൈ ഷീറ്റൊക്കെ ഇതൊക്കെ ഇങ്ങനെ വെച്ചാൽ മതി. ടർക്കി ഇതിൽ കൊള്ളൂലേ? കൊള്ളണത് ഇതിൽ വെക്കും, ബാക്കിയൊക്കെ മറ്റേലോട്ട് ആക്കി വെക്കും. ഇത്രയല്ലേ ഉള്ളൂ ഞാനൊക്കെ ബാഗിലോട്ട്. ബാഗിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആണ്. അത് ഇല്ല, അതടിക്കട്ടെ. നിനക്ക് തരാനുള്ളതും കുഞ്ഞിന് തരാനുള്ളതും ഏറ്റവും മുകളിൽ വേണം, മറ്റേതൊക്കെ അടിയിൽ വെച്ചോ. ഇതൊക്കെ അങ്ങോട്ട് അകത്തോട്ട് കൊടുക്കാനുള്ളതൊക്കെ ഇത് എടുത്തു കൊടുക്കണോട്ടോ മോൻ. മോനറിയാം എടുത്തെടുത്തോളാം. കവറിൽ നിന്റെ ഡ്രസ്സും ആ തുടക്കാനുള്ള തുണി മുകളിൽ വരണം. പെട്ടെന്ന് ചോദിക്കുമ്പോൾ അന്നേരം ധൃതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടൂല. ഇതാണ് അങ്ങടെ അകത്തോട്ട് കൊടുക്കാനുള്ള തുണിയില്ലേ, വെള്ളത്തുണി. അത് ഇതാണ്. പിന്നെ നൈറ്റി പിറ്റേ ദിവസം കൊടുക്കാനുള്ളത്. പിറ്റേ ദിവസം കൊടുക്കാനുള്ളത്. പിന്നെ ഇതിലാണ് മറ്റേ വെള്ളത്തുണിയൊക്കെ ഉള്ളത് കുഞ്ഞിൻ്റെ. പിറ്റേ ദിവസം ഇറക്കുള്ളൂ അമ്മന്. അമ്മ ഒരു ദിവസം അതിൻ്റെ അകത്ത്, പിറ്റേ ദിവസം രാവിലെ ഇറക്കുള്ളൂ. കുഞ്ഞിന് ഇതുവരെ ഒറ്റക്കോലും കിടന്നിട്ടില്ല. ഈ 12 വയസ്സിനിടയിൽ ഇല്ലേ അമ്മനെ പിരിഞ്ഞ് ഒരു ദിവസം പോലും വന്നില്ല. ആകെ ഒരു ദിവസം ഇരുന്നേക്കണത്. അത് എന്താണ് കല്ല് മറ്റേ കിഡ്നി സ്റ്റോൺ വന്നപ്പോൾ അത് സർജറിക്ക് പോയപ്പോഴാണ് കുഞ്ഞിന് ഒരു ദിവസം എൻ്റെ കൂടെ കിടന്നത്. അച്ചാമ്മടൊപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലായിരുന്നു അന്ന്. ഇത്തരം 12 വയസ്സിനിടയിൽ ഒരു ദിവസം കുഞ്ഞൻ മാറിയിരുന്നേക്കണം. എന്താണ് ഞങ്ങൾ തള്ളിപ്പുറത്താക്കിയാണ്. ഞങ്ങൾ ഒരു ദിവസം മാറ്റി കിടത്തി 12 വയസ്സൊക്കെ ആയപ്പോൾ ഞങ്ങൾ 12 അല്ല 11 വയസ്സൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഒന്ന് മാറ്റി നോക്കിയതാണ്. എവിടെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ പുള്ളി കരഞ്ഞുള്ളി ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു. 12 മണിക്ക് ഇല്ല 12 മണിക്ക് ആള് പിന്നെ ഒരു ദിവസം വെളുപ്പിനെ കണ്ടും വന്നു. ഡയപ്പറൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതും അതൊക്കെ അതിൽ വെച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി പേസ്റ്റും
ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അതും കൂടി മേടിക്കാനുള്ളൂ. അത് പിന്നെ മേടിച്ചാലും മതി. അങ്ങനെ നമ്മുടെ പാക്കിംഗ് എല്ലാം പാക്കിങ് കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇത്ര സാധനം നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനുള്ള അപ്പോൾ അടുത്ത ദിവസം നമ്മൾ അഡ്മിറ്റ് ആകും. ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇടാം അല്ലേ? കുഞ്ഞു വാവക്കായിട്ട് വെയിറ്റിംഗ് ആണ്. ഞാൻ വാവനെ കാണാൻ വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്. വെയിറ്റിങ്ങിലാണ് കുഞ്ഞ. അല്ല കുഞ്ഞ ചെറുതായിട്ട് വെയിറ്റിങ്ങിലാണ്. വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിംഗ് വീഡിയോ സമാപിച്ച് ചെറിയൊരു വീഡിയോ ഇരുന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു. ചെറിയ വീഡിയോ എന്ന് പറയുമ്പോൾ വർത്താനം പറഞ്ഞപ്പോൾ കുറേ അങ്ങോട്ട് പോയി. ആദ്യമായിട്ടാണ് കുഞ്ഞൻ്റെ ഇങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. കുഞ്ഞൻ്റെ ഇപ്പം അതാരം അങ്ങനത്തെ ചെറിയൊരു കുശുമ്പുണ്ടോ കുഞ്ഞിന്. ചെറുതായിട്ടല്ല, ഒരുമാതിരി നല്ല വിഷമമുണ്ടല്ലോ. ഞാൻ കുഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ ഈ സാധനം ഇപ്പൊക്കെ കാണുമ്പോൾ എല്ലാത്തിലും ഞാൻ കയറി കിടക്കട്ടെന്നും പറഞ്ഞ് നിവർത്തിയിട്ട് കുഞ്ഞൻ തന്നെ കിടന്ന് കുറച്ച് നേരം. കുഞ്ഞാ കിടന്നാൽ അതിൽ ഈ സാധനത്തിൽ ഇതിൽ കിടന്നായിരുന്നു. കുഞ്ഞിന് അതൊന്നും കിട്ടിയിട്ടില്ല. അത് അന്ന് ആ സമയത്ത് ഒന്നും ഇങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനത്തെ ഈ സാധനങ്ങളൊന്നും ഇല്ല അല്ലേ? മറ്റേ കൊടയാണ് കൊട. കുഞ്ഞനാ കൊതുക് കൂത്താണ്ടിരിക്കാൻ കൊടയായിരുന്നു. കൊതുകാലയുടെ ഉള്ളിൽ ബെഡൊക്കെ വന്നു. ഇപ്പൊ പുതിയ ഇതൊക്കെയുള്ള അല്ല കുഞ്ഞ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി ഹോസ്പിറ്റലിൽ വെച്ച് കാണാം. ഓക്കെ, എല്ലാവർക്കും ടാറ്റ കൊടുത്തു. ബൈ ബൈ.